நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പാടലുകൾ നമുക്ക് ദർശിക്കാം. നക്രങ്ങളൊത്ത നാരിമാരോട് മോഹം പൂണ്ടിട്ട് ഉഷ്ണമാർന്ന ജലത്തിൽ മുങ്ങി വിറച്ചിടുന്നോരെന്നെ കൈവെടിഞ്ഞിടരുതേ. ഇറച്ചി നിറഞ്ഞതാം നോവുകളാർന്നോരുടൽ പേറുവാൻ ആശയില്ല. പുൺമുലയാൾക്ക് മേനി പകുത്ത സദാശിവ. പാർവതീദേവിയെ പാതിമെയ്യായി സ്വീകരിച്ച അലയോ പരമേശ്വര, അങ്ങ് നക്രങ്ങളൊത്ത നാരിമാരോട് മോഹം പൂണ്ടിട്ട് ഉഷ്ണജലത്തിൽ മുങ്ങി വിറച്ചിടുന്നോരെന്നെ. ഞാനിപ്പോൾ ഉഷ്ണജലത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. തിളച്ചു മറയുന്ന ജലത്തിൽ മുങ്ങി ഞാൻ വിറയാർന്ന് വിഷമിച്ച് കഴിയുകയാണ്, പൊള്ളലേറ്റ് കഴിയുകയാണ്. എങ്ങനെയുള്ള ഉഷ്ണജലം നോക്കൂ. നക്രങ്ങളൊത്ത നാരിമാരോട് മോഹം പൂണ്ട്. നക്രങ്ങളെപ്പോലെയുള്ള, അതായത് സ്രാവുകളെ പോലെയുള്ള, മുതലകളെ പോലെയുള്ള ആ നാരിമാരോട് മോഹം പൂണ്ട് ഞാൻ ഉഷ്ണജലത്തിൽ മുങ്ങി വിറച്ച് കിടക്കുകയാണ്. അപ്പോൾ നക്രങ്ങളാകുന്ന, മുതലകളാകുന്ന സ്ത്രീസുഖത്തിൽ മുങ്ങി ഞാൻ ഉഷ്ണജലത്തിൽ വെന്ത് ഉരുകുകയാണ്. അപ്പോൾ മാണിക്യവാചകർ തൻ്റെ ദയനീയാവസ്ഥയെ പലപാട് വർണ്ണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ സ്ത്രീ സുഖത്തിൽ മുങ്ങി താൻ കഴിയുകയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് കാമത്തിനടിമയായിട്ടാണ് താൻ ഇപ്പോൾ ജീവിക്കുന്നത്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്നത്, മനസ്സിനെ ആസക്തിയിലേക്ക് നയിക്കുന്നത് കാമമാണ്. ഈ കാമങ്ങളാകുന്ന കാമനകളെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഒരാൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാനും അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്താനും കഴിയുള്ളൂ. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മെ അടിമകളാക്കുന്ന പ്രധാനപ്പെട്ട കാരണം കാമമാണ്. ഈ കാമത്തിൻ്റെ വേരറുക്കുക. കാമമാകുന്ന ആ തിളച്ചു പൊങ്ങുന്ന വെള്ളത്തിലാണ് ഞാനിപ്പോൾ വീണ് കിടക്കുന്നത്. അതിൽ നിന്ന് കരകയറി എന്നെ രക്ഷിക്കണമേ അല്ലയോ ഭഗവാൻ ശിവൻ എന്ന് പറയുകയാണ്. അപ്പോൾ കാമത്തിൻ്റെ പിന്നാലെ പാഞ്ഞു പോകാതെ കാമത്തെ നിയന്ത്രിക്കാൻ അല്ലയോ കാമാരിയായ ശിവ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് പറയുന്നത്. ഇതിനും ശിവാനുഗ്രഹം തന്നെ വേണം. കാമത്തെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് ശിവാനുഗ്രഹം കൂടിയേ തീരൂ. അങ്ങനെ ശിവാനുഗ്രഹത്തോടെ കാമനിഗ്രഹം, കാമാരിയായ ശിവൻ്റെ അനുഗ്രഹത്തോടെ കാമനിഗ്രഹം നടത്താൻ അല്ലയോ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണം. കൈവെടിഞ്ഞിടരുതേ. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എന്നെ ഒരു കാരണവശാലും അങ്ങ് കൈവെടിയരുതേ. എന്നെ കൈക്കൊള്ളുക, എനിക്ക് അഭയം തരിക. ഇനി എൻ്റെ ശരീരം എങ്ങനെയുള്ളതാണെന്ന് നോക്കൂ. ഇറച്ചി നിറഞ്ഞതാം നോവുകളാർന്നോരുടൽ പേറുവാൻ ആശയില്ല. ഇനിയും ഈ ശരീരം വച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം എന്താ? ഈ ശരീരം നശ്വരമാണ്. ഇറച്ചി നിറഞ്ഞതാം നോവുകളാർന്ന ഉടൽ. ഈ ഉടൽ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? മാംസം കൊണ്ടാണ് ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ആ മാംസം എപ്പോഴും നശിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ശരീരം ഓരോ നിമിഷവും നശിച്ചു കൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല, നോവുകളാർന്നോരുടൽ. ശരീരത്തിന് എന്തെല്ലാം കഷ്ടപ്പാടുകളും വേദനകളും ദുഃഖങ്ങളുമാണുള്ളത്. അപ്പോൾ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ രോഗങ്ങൾ വന്നുപെടാം. അതേപോലെ ഓരോരോ നോവുകൾ, ഓരോരോ ദുഃഖങ്ങൾ ശരീരത്തിന്
വന്നു പെടാം. അതുകൊണ്ട് ഇനി എനിക്ക് ഈ ശരീരം താങ്ങാൻ, ഈ ശരീരത്തെ വച്ച് കൊണ്ടിരിക്കാൻ ആഗ്രഹമില്ല, പേറുവാൻ ആശയില്ല. നോവുകളാർന്നോരുടൽ, ഈ ഉടലിനെ ഇനി പേറിക്കൊണ്ട് നടക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പോൺമുലയാൾക്ക് മേനി പകുത്ത സദാശിവ, സ്വന്തം ശരീരം തന്നെ പകുതി പാർവതീദേവിക്ക് കൊടുത്തതാണ്. അങ്ങനെ ശരീരത്തെ പാതി പാർവതിയാക്കി മാറ്റിയവനാണ് അങ്ങ്. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, അങ്ങ് എൻ്റെ ശരീരത്തെ സ്വീകരിച്ചു കൊള്ളുക. ഈ ശരീരം ഇനിയും വച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഇനി അടുത്ത ഭാഗത്ത് നോക്കൂ. ശരണമേകാൻ നീയേ കടൽ തന്നരുളുക, ശരീരം വിടാൻ വയ്യെന്നാലും നീ വിടല്ലാതെ. വെണ്ടലപ്പുറ്റിലുള്ള തിളങ്ങും പാമ്പ് തൻ്റെ പടം വിരിച്ച് പിന്നെ ചുരുങ്ങുന്നത് കണ്ടു. പേടിച്ചരണ്ട തിങ്കളൊഴുകും ഗംഗയാറ്റിൽ ചാടി ഒളിച്ചിടുന്ന ജടയാർന്നോനാം മന്ന. അല്ലയോ രാജാതിരാജ, അല്ലയോ ഗുരുവധീശ, ശരണമേകാൻ നീയേ, നീ മാത്രമേ എനിക്ക് ശരണമേകാനുള്ളൂ. കടൽ തന്നരുളുക, നിൻ്റെ പാദങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിക്കുക. ശരീരം വിടാൻ വയ്യെന്നാലും നീ വിടലെന്നെ. എൻ്റെ ശരീരം എന്നെ വിട്ടു പോയാലും അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെ ഒരിക്കലും വിട്ടു പോകരുതേ. അപ്പോൾ ഈ ശരീരം നശ്വരമാണ്. ഈ നശ്വരമായ ശരീരത്തിൽ അല്ലയോ ശിവഭഗവാൻ, അങ്ങ് എപ്പോഴും എപ്പോഴും കുടികൊള്ളുന്ന ആത്മലിംഗമായിട്ട് ശോഭിക്കണമേ എന്ന് പറയുകയാണ്. അതായത് എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് പോയാലും അല്ലയോ ഭഗവാൻ, എൻ്റെ ജീവനിൽ അങ്ങ് ശിവഭഗവാൻ വന്ന് കുടിപാർക്കണമേ, ഒരിക്കലും എന്നെ വിട്ടു പോകരുതേ. പിന്നെ നോക്കൂ. വെൺതലപ്പുറ്റിലുള്ള തിളങ്ങും പാമ്പ് തൻ്റെ പടം വിരിച്ച് പിന്നെ ചുരുങ്ങുന്നത് കണ്ട്. പേടിച്ചരണ്ട തിങ്കളൊഴുകും ഗംഗയാറ്റ് ചാടി ഒളിച്ചിടുന്ന ജഡമാർന്നവനാം മന്ന. ഇനി അങ്ങയുടെ ശിരസ് എങ്ങനെയുള്ളതാണെന്ന് നോക്കൂ. ഭഗവാന്റെ ശിരസ് വെൺതലപ്പുറ്റിലുള്ള തിളങ്ങും പാമ്പ് തൻ്റെ പടം വിരിച്ച് പിന്നെ ചുരുങ്ങുന്നു. അപ്പോൾ ശിവൻ്റെ ശിരസിൽ പാമ്പുണ്ട്. ആ പാമ്പ് എങ്ങനെയുള്ളതാണ്? വെൺതലപ്പുറ്റ്. ആ ശിരസാകുന്ന പുറ്റിൽ തിളങ്ങുന്ന പാമ്പാണ് ഇരിക്കുന്നത്. അത് പടം വിരിച്ച് പത്തി വിടർത്തി ആടുന്നു. അത് പിന്നെ ചുരുങ്ങുന്നു. അപ്പോൾ ഇവിടെ പാമ്പ് ശിരസിൽ കുടികൊള്ളുന്നു എന്നാണ് പറയുന്നത്. അതായത് കുണ്ടലിനി ശക്തിയെ പാമ്പായിട്ടാണ് സങ്കല്പിക്കുക. ഈ പാമ്പ് കുണ്ടലിനി ശക്തിയുടെ പ്രതീകമാണ്. ആ കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് ഉയർന്നുയർന്ന് ശിരസിലെത്തിച്ചേരുന്നു. അവിടെ പടം വിടർത്തി ആടുന്നു. അതായത് ശിവശക്തികളുടെ മേളനത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ പാമ്പ് പടം വിടർത്തി ആടുമ്പോൾ അതിലെ ആ പാമ്പിൻ്റെ പത്തി പിന്നെ താണ് പടം വിരിച്ച് പിന്നെ ചുരുങ്ങുന്നത് കണ്ടു. പിന്നെ അത് ശാന്തമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആ ലിബിഡോവിനെ, ഫ്രോയിഡ് പറയുന്ന ആ ലിബിഡോവിനെ കുറിച്ച് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ലിബിഡോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാമശക്തി. ഈ കാമശക്തിയെ പടം വിരിച്ചാടുകയാണ്. അതാണ് മുൻ പറഞ്ഞ നാരീമണികളോടൊത്തുള്ള ജീവിതത്തെപ്പറ്റി സൂചിപ്പിക്കുന്നത്. അതായത് ഈ ലിബിഡോ അതിൻ്റെ പ്രേരണ കൊണ്ട് കാമത്തിനടിമപ്പെട്ട് അത് പത്തി വിടർത്തിയാടുകയാണ്. കാമമാകുന്ന ഈ ലിബിഡോ പത്തി വിടർത്തി, കാമശക്തിയാകുന്ന ലിബിഡോ പത്തി വിടർത്തി ആടുകയാണ്. പിന്നെ അത് പത്തി താഴ്ത്തി ഉറങ്ങുന്നു. അപ്പോൾ ഈ രണ്ടവസ്ഥകൾ, അതായത് ലിബിഡോവിൻ്റെ ആ വിജൃംഭണവും അതേപോലെ തന്നെ അതിൻ്റെ ശാന്തമായ അവസ്ഥയും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോരോ കർമ്മങ്ങൾക്ക് നമ്മെ വിധേയമാക്കുന്നത് ഈ ലിബിഡോ എനർജിയാണ്.
ആ ലിബിഡോ എനർജിയെ കുണ്ടലിനി ശക്തി എന്ന തരത്തിലാണ് ഭാരതീയ തത്വശാസ്ത്രം വിവരിക്കുന്നത്. ആ കുണ്ടലിനി ശക്തി ഉണർന്ന് അത് മുകളിലേക്ക് കയറി പത്തി വിടർത്തി ആടുകയും പിന്നീടത് ശാന്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കുണ്ടലിനി ശക്തിയുടെ സഹസ്രാരത്തിലേക്കുള്ള ഉയർച്ചയെയും പിന്നീട് അവിടെ അത് ശാന്തമായ അവസ്ഥയിലേക്ക് ശാന്തിഭാവത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന നിർവൃതികരമായ ഒരു നിമിഷത്തെക്കുറിച്ച് കൂടി ഇവിടെ ഓർക്കുന്നുണ്ട്. ഇതാണ് ഇദ്ദേഹം കാണുന്ന ചിത്രം, മാണിക്യവാചകർ കാണുന്ന ചിത്രം. അങ്ങനെ പേടിച്ചരണ്ട തിങ്കളൊഴുകും ഗംഗ, ഗംഗ തിങ്കൾ കല ചൂടിയ ഭഗവാൻ, ഗംഗ ശിരസിൽ വഹിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ അങ്ങ് എന്നെ രക്ഷിക്കണമേ. അപ്പോൾ ശിവൻ്റെ ശിരസിനെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ ശിവൻ്റെ ശിരസിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കൂ. അതായത് പത്തി വിടർത്തുന്ന ആടുന്ന പാമ്പ്, പിന്നെ അതേപോലെ തന്നെ ഗംഗ, അതേപോലെ തന്നെ തിങ്കൾ, ജടാധാരിയായ ശിവൻ്റെ ശിരസ്. അപ്പോൾ ഈ ശിവൻ്റെ ശിരസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സകല പരവും അപരവുമായ എല്ലാ വസ്തുക്കളെയും ഈ മൂന്ന് പ്രതീകങ്ങളിലൂടെ ഇവിടെ മാണിക്യവാചകർ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ശിവൻ്റെ ശിരസ് എന്നുള്ളത് ഒരർത്ഥത്തിലൊരു പ്രതീകമാണ്. ആ ശിരസ് നമ്മുടെയൊക്കെ ശിരസ്സാണ്, അതായത് കാശിയാണ്. നാം ഇന്ന് കാണുന്ന കാശി എപ്രകാരമാണോ ഉള്ളത്, അതേപോലെ ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലും ഈ ശിവശിരസ്സുണ്ട്. ആ ശിവശിരസിലാണ് എന്തൊക്കെയുള്ളത്? പത്തി വിടർത്തിയാടുന്ന പാമ്പുള്ളത്, അതേപോലെ തന്നെ തിങ്കൾ കലയുള്ളത്, ഗംഗ ഉള്ളത്. അതായത് പരാഭാവം, ചിതാകാശവെളി എന്ന് പറയുന്ന ഭാവം. ആ ചിതാകാശവെളിയിലെ ആ സൂര്യനാണ് ഇവിടെ ശിവഭഗവാന്റെ ശിരസ്സായി പ്രകാശിക്കുന്നത്. ആ ശിവഭഗവാന്റെ ശിരസ് നമ്മുടെയും ശിരസ്സാണ് എന്നോർക്കുക. ആ ശിരസിലുള്ള ആ അത്ഭുതകരമായ പരാശക്തിയെ ഇവിടെ ഈ കവിതയിൽ പ്രകീർത്തിക്കുന്നത് നമുക്ക് കാണാം. ഈ പരാശക്തിയെ കണ്ടറിയുക. ശിരസിലുള്ള പരാശക്തിയെ ആർക്കാണോ കണ്ടറിയാൻ കഴിയുക, അവയാണ് ധന്യരിൽ വെച്ച് ധന്യരും, ആ ശിവലോകം പ്രാപിച്ച് ശിവസുഖം അനുഭവിക്കുന്നവരും. ഇതിനെ നമുക്ക് ശിവസുഖം എന്ന് പറയാം. ആ സുഖാനന്ദ ശിവാനന്ദ ലഹരിയിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ. അത് എനിക്ക് എന്നാണ് ഭഗവാനെ ലഭിക്കുക എന്നാണ് ചോദിക്കുക. ഈ ശിവാനന്ദ ലഹരി, അല്ലയോ ഭഗവാൻ, അങ്ങ് എനിക്ക് എപ്പോഴാണ് തരിക എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. ഇതിന് സമാനമായ ചില ഭാഗങ്ങൾ ശിവാനന്ദ ലഹരിയിൽ ശങ്കര ഭഗവത്പാദർ വിവരിക്കുന്നുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. ശിവാനന്ദ ലഹരിയിലെ 71ാമത്തെ ശ്ലോകം നോക്കൂ. ആരൂഢഭക്തി ഗുണ കുഞ്ചിത ഭാവചാപയുക്തൈ ശിവസ്മരണ ബാണഗണൈരമോഘൈ നിർജിത്യ കിൽപിഷരുപുൻ വിജയി സുധീന്ദ്ര സാനന്ദമാവഹതി സുസ്ഥിര രാജലക്ഷ്മി. ആ പാതിമയ്യായ പാർവതിയെ അനുഭവിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, സുധീന്ദ്രൻ കെട്ടപ്പെട്ട ഭക്തിയാകുന്ന കയറുകൊണ്ട് വളഞ്ഞ ഭാവമാകുന്ന വില്ലിൽ തൊടുത്ത അമോഘമായ ശിവസ്മരണയാകുന്ന ബാണഗണത്താൽ പാപങ്ങളാകുന്ന ശത്രുക്കളെ ജയിച്ചിട്ട് വിജയിയായി സുസ്ഥിരയായ രാജലക്ഷ്മിയെ, അതായത് ശിവൻ പാർവതിയെ ആനന്ദത്തോടെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സന്മനസ്സും ജ്ഞാനവുമുള്ള ഭക്തനാണ് സുധീന്ദ്രൻ. ശിവശക്തിയും ശിവസ്മരണയും മനസ്സിൽ ഉറയ്ക്കുമ്പോൾ കലർപ്പില്ലാത്ത ചിദാനന്ദാനുഭൂതി ഭക്തന്
കിൽബിഷങ്ങളാകുന്ന ശത്രുക്കളെ തോൽപ്പിക്കുകയും കിൽബിഷം നശിക്കുമ്പോൾ ശത്രുക്കളില്ലാത്ത സുസ്ഥിരമായ ആനന്ദമാകുന്ന രാജലക്ഷ്മി സുധീന്ദ്രന് സ്വയമായി തീരുകയും ചെയ്യും. കിൽബിഷം പാപമാണ്. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന അധാർമിക പ്രവൃത്തികളിൽ നിന്ന് പാപങ്ങളുണ്ടാകും. പാപഫലമായി പലതരത്തിലുള്ള ദുരിതങ്ങളുമുണ്ടാകും. ശിവഭക്തി കൊണ്ട് മനസ്സ് വിനയാന്വിതമാകുകയും ശിവസ്മരണകൾ മനസ്സിൽ ഉണരുകയും ചെയ്യുമ്പോൾ പാപങ്ങളാകുന്ന ശത്രുക്കൾ നശിക്കും. ആ പാമ്പ് തല ചാച്ച് ഉറങ്ങുന്നു, അല്ലെങ്കിൽ ഇല്ലാതാകുന്നു. പാപങ്ങളാകുന്ന ശത്രുക്കൾ നശിക്കുമ്പോൾ സുസ്ഥിരമായി പ്രകാശിക്കുന്ന ലക്ഷ്മി പ്രസാദം ആനന്ദമായി സുധീന്ദ്രന് ലഭിക്കുകയും ചെയ്യും. ഇതാണ് ശങ്കര ഭഗവത്പാദർ ഈ പദ്യത്തിൽ പറയുന്നത്.